ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഒന്ന് ബീച്ച് വരെ പോയിട്ട് വരാം. നമ്മളെന്തായാലും കാർ എടുക്കണം. അങ്ങനെ നമ്മൾ ബീച്ച് വരെ ഒന്ന് പോവുകയാണ് കേട്ടോ. എന്തായാലും നമുക്ക് ബീച്ചിലെത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മുടെ വണ്ടീൻ്റെ പെട്രോൾ തീർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിവിടെ പെട്രോൾ അടിക്കാൻ കയറിയതാണ്. എന്തായാലും നമുക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ വണ്ടിക്ക് പെട്രോൾ അടിക്കാം. ഇതാണ് നമ്മുടെ പെട്രോളിൻ്റെ സംഭവം. എന്തായാലും നമുക്ക് അടിക്കാം. അങ്ങനെ ഗൈസ്, നമ്മൾ പെട്രോളൊക്കെ അടിച്ചു. ഇനി എന്തായാലും നമുക്ക് ബീച്ചിൽ പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട്. നമ്മളൊന്ന് എൻജോയ് ചെയ്യാൻ വന്നതാണ്. അപ്പം നമുക്ക് എന്തായാലും വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം. നമുക്കിതെവിടെ വണ്ടി പാർക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ബീച്ചിലൊക്കെ പോയിട്ട് ഒന്ന് ബോട്ടെല്ലാം ഓടിച്ചിട്ട് വരാം. എന്തായാലും നമ്മൾ ബോട്ടൊക്കെ ഓടിക്കട്ടെ. അപ്പോൾ ഗൈസ്, നമ്മളൊരു ബോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്ക് ബോട്ടൊക്കെ ഒന്ന് ഓടിച്ചിട്ട് വരാം. എന്തായാലും ഞാനൊന്ന് ബോട്ടൊക്കെ ഓടിക്കട്ടെ കേട്ടോ. നല്ല പാടാണ് കേട്ടോ ബോട്ട് ഓടിക്കാൻ. നമ്മൾ ബോട്ട് ഓടിക്കുകയായിരുന്നു. നമുക്ക് എൻജോയ് ചെയ്യാം. എന്തായാലും നമ്മൾ ബോട്ട് ഓടിക്കട്ടെ. അപ്പോൾ ഗൈസ്, ഞാൻ ബോട്ടൊക്കെ ഓടിച്ച് കഴിഞ്ഞു. ഇനി എന്തായാലും നമുക്ക് കുറച്ച് സമയം ഇവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് നിൽക്കാം. നമ്മളെന്തായാലും ഇതിൻ്റെ മേലെ കയറിയിട്ട് നല്ല വ്യൂ ആട്ടെ ഇവിടുത്തെ. ഗൈസ്, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിതാ അവിടെ അങ്ങ് പോയിട്ട് നമുക്ക് അവിടുന്ന് ഇവിടുത്തെ വ്യൂ ഒക്കെ നന്നായി കാണാം. എന്തായാലും ഞാൻ അവിടത്തേക്ക് പോവട്ടെ. ഓക്കെ, നമുക്ക് ഇവിടെ നിൽക്കണോ അപ്പുറത്തേക്കണോ? നമുക്ക് തൽക്കാലത്തേക്ക് ഇവിടെ നിന്നാണ് എല്ലാ വ്യൂയും കാണാൻ പറ്റുക. എന്തായാലും നമ്മൾ ഇവിടെ നിൽക്കാൻ പോക്കാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് എല്ലാം നമുക്ക് ഇവിടുന്ന് എല്ലാ വ്യൂ ഒക്കെ കാണാൻ കഴിയും. എന്തായാലും ഞാൻ കുറച്ച് സമയം ആസ്വദിക്കട്ടെ, എൻജോയ് ചെയ്യട്ടെ. അങ്ങനെ ഗൈസ്, കുറേ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്കൊന്ന് വീട്ടിൽ പോവാം. അപ്പം ഗൈസ്, എന്തായാലും നമുക്ക് വീട്ടിൽ പോവാം. അവിടെ നമ്മുടെ പിങ്കി, നമ്മുടെ ഡോഗല്ലേ പിങ്കി, അത് കാത്തു നിൽക്കുന്നുണ്ടാവും. അപ്പം എന്തായാലും നമുക്ക് എന്തായാലും വീട്ടിൽ പോവാം. അപ്പോൾ വീട്ടിലെത്തിയിട്ട് കാണും. അപ്പോൾ ഗൈസ്, നമ്മളെന്തായാലും വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ പിങ്കി നമ്മളെ കാത്ത് നിൽക്കുകയായിരുന്നു. ഇനി എന്തായാലും നമുക്ക് പിങ്കിനോട് പിങ്കിയൊക്കെ ഒരു സർപ്രൈസ്. പിങ്കി, ഞാൻ വന്നു. പിങ്കി വാ, നമുക്ക് അകത്തേക്ക് പോകാം. ഞാൻ നിൻ്റെ മേത്ത് കയറിയിട്ട് പോവാം. നമുക്ക് അകത്ത് പോവാം പിങ്കി. പിങ്കിനെ കളിക്കുന്നു. അപ്പോൾ ഗൈസ്, ഞാൻ എന്തായാലും കുറച്ച് കിടന്നുറങ്ങട്ടെ. നല്ല ക്ഷീണമുണ്ട് ബീച്ചിൽ നിന്ന് വന്നിട്ട്. പിങ്കി നമ്മളെ കാത്ത് നിൽക്കായിരുന്നു. എന്തായാലും ഗൈസ്, ഞാൻ ഉറങ്ങട്ടെ. ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഗൈസ്, ഞാൻ എന്തോ സൗണ്ട് കേട്ടിട്ട് ഉണർന്നതാണ്. പുറത്ത് നല്ല മഴയുണ്ട് ഗൈസ്, നല്ല മഴ. പക്ഷേ നമ്മുടെ പിങ്കി ഇവിടെ തന്നെ നിൽക്കില്ല. എടാ പിങ്കി, നിന്നോടല്ലേ ഞാൻ പറഞ്ഞു ഇതാ നല്ല ഇടിമിന്നലൊക്കെ ഉണ്ട്, നിനക്ക് ഉള്ളിൽ കയറി കൂടെയായിരുന്നു. എന്തിട്ടാ ഉള്ളിൽ കയറാൻ? ഇവൻ ഉള്ളിൽ കയറാനൊന്നും പോകുന്നില്ല. നമുക്ക് എന്തായാലും ഇവനെ ഉള്ളിൽ കയറ്റാം. ഇവനെ ഉള്ളിൽ കയറ്റിട്ട് ഞാൻ അങ്ങനെ ഗൈസ്, നമ്മൾ കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ പിങ്കിനെ ഉള്ളിലാക്കിയിട്ടുണ്ട്.
എന്തായാലും നമുക്ക് മഴ പെയ്യുന്നുണ്ട്, നല്ല നല്ല സുഖമായിരിക്കും ഈ തണുപ്പിന് ഉറങ്ങാൻ. ഗായ്സ്, നമ്മുടെ ഡോഗല്ലേ, നമ്മുടെ പിങ്കി ചത്തു. ഗായ്സ്, നമ്മുടെ പിങ്കിയല്ലേ കിടക്കുന്നത്. എനിക്കെന്താ പറ്റിയത്? ഇവനാരോ മനഃപൂർവ്വം കൊന്നതാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് രാത്രിയാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടൊരു കേസ് കൊടുക്കാം. ഇതാരോ മനഃപൂർവ്വം ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഡോഗിനെ കൊല്ലാൻ ആരാണ്? അപ്പോൾ ഗൈസ്, ഞാൻ രാത്രി തന്നെ പോയി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കും. കാരണം എനിക്ക് എൻ്റെ പിങ്കി ഇല്ലാതെ ഒരു ജീവിതമില്ല ഗൈസ്. എന്തായാലും ഞാനൊരു പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കട്ടെ. നമ്മൾ പോലീസ് നല്ല രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. പോലീസ് സാർ, ഹലോ. പോലീസ് സാർ, എൻ്റെ ഡോഗ് പിങ്കിനെ കാണാറില്ല. ഇവിടെ അങ്ങനെ ഒരു കേസ് എടുക്കാൻ പറ്റുമോ? ഗൈസ്, ഈ സാറ് പറയുന്നത് അങ്ങനൊരു കേസ് ഇവിടെ എടുക്കാൻ പറ്റൂലെന്ന്. എൻ്റെ പിങ്കിനെ കൊന്നവർക്ക് കേസ് എടുക്കാൻ കഴിയില്ല. ഞാൻ ഈ പോലീസുകാരെ കൊല്ലാൻ പോക്കാണ് ഗൈസ്. ഇതാണ് പോലീസുകാർ. നമുക്ക് നൈസായി കൊന്നിടാം. ഗൈസ്, നമ്മുടെ വടി കൊള്ളുന്നുണ്ടോ? ഗൈസ്, ഞാനെന്തായാലും ഈ പോലീസുകാരെ കൊന്നിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റേഷൻ അങ്ങ് നശിപ്പിക്കാം. സ്റ്റിക്കി ബോംബ് ഇട്ടിട്ട് എന്തായാലും ഞാൻ സ്റ്റിക്കി ബോംബ് ഇടാൻ പോക്കാണ്. എല്ലായിടത്തും ഇടാം. എൻ്റെ ഡോഗിൻ്റെ കേസ് ഇവിടെ എടുക്കാൻ കഴിയൂല അല്ലേ? ഇത്രക്കായ നിങ്ങളൊക്കെ. ഞാൻ എന്തായാലും സ്റ്റിക്കി ബോംബ് ഇട്ടിട്ട് ഇവിടെ മൊത്തം നശിപ്പിക്കാൻ പോക്കാം. ഇത്രക്കായല്ലേ. എന്തായാലും നമുക്ക് സ്റ്റിക്കി ബോംബ് പൊട്ടിച്ച് ഇനി എന്തായാലും നമ്മുടെ ഡോഗിനെ കൊന്നത് ആരാണെന്ന് കണ്ടുപിടിച്ചിട്ടേ കാര്യമുള്ളൂ. എന്തായാലും ഇനി നാളെ രാവിലെ ആട്ടെ. ഈ രാത്രിയാണ് ആരോ വന്നിട്ട് കൊന്നത്. എന്തായാലും ഞാൻ എൻ്റെ പിങ്കിനെ കൊന്നത് ആരാണെങ്കിലും അത് കണ്ടുപിടിച്ചിട്ടേ കാര്യം. എന്തായാലും ആരാണെങ്കിലും അവനെ ഞാൻ ഇന്ന് തന്നെ തീർക്കും. എന്തായാലും നമുക്കിന്ന് വീട്ടിൽ പോകാം. ഗൈസ്, ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി എന്തായാലും ഇത് രാത്രിയല്ലേ, രാവിലെ ആകട്ടെ. ആരാണ് നമ്മുടെ പിങ്കിനെ കൊന്നത് എന്നൊന്ന് കാണണമല്ലോ. അത്രക്കായ എന്തായാലും ഉറങ്ങട്ടെ. എന്തായാലും രാവിലെ ആയിട്ട് നമുക്ക് തിരക്കാൻ പോകാം. ഞാൻ ഗൈസ് രാവിലെ ആയിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് ഇപ്പം തന്നെ പോവാം. പിന്നെ ചോപ്പിൽ നമ്മുടെ പിങ്കിനെ തിരക്കാൻ. അത്രക്കായ എന്തായാലും ഞാൻ എല്ലാ സ്ഥലത്തും ഒന്ന് നോക്കട്ടെ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഞാൻ അടുത്ത വീഡിയോ ഇതിൻ്റെ പാർട്ട് ചൂടുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ ബൈ.